നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രശ്നങ്ങളെപ്പറ്റി ചോദിച്ചറിയാൻ തന്നെയാ ശാസ്ത്രികളെ വിളിച്ചത്. ശാസ്ത്രികൾ വരട്ടെ. ആ ഫോട്ടോയും ഗ്രഹനിലയും വല്യമ്മയുടെ കയ്യിലെത്തിയത് എങ്ങനെയെന്ന് ശാസ്ത്രികൾ തന്നെ പറയട്ടെ. ലച്ചു, വിഡ്ഢിത്തം പറയാതിരിക്കെ. ശാസ്ത്രികളോട് അങ്ങൾ ഈ വിഷയം സംസാരിക്കാൻ പോകുന്നത് സ്വകാര്യമായിട്ടല്ല, എല്ലാവരുടെ മുന്നിൽ വെച്ചാ. ലച്ചു പറഞ്ഞതിൽ സത്യം ഉണ്ടോന്ന് അറിയാനാണെങ്കിൽ പ്രഭയങ്കലിന് ഫോണിൽ ചോദിച്ചാ പോരെ. സഞ്ജുവിന്റെ ഗൃഹനിലയും ഫോട്ടോയായി ശാസ്ത്രികളെ കാണാൻ പോയിരുന്നോ എന്ന് ശ്രീദേവിയോട് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. സഞ്ജുവിന്റെ നിരപരാധിത്വം അവിടെ തീരും. ഇത് അതൊന്നുമല്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് ശാസ്ത്രികളെ കൂടെ ഇരുത്തി സത്യം പറയാനാ പ്രഭേട്ടന്റെ തീരുമാനം. അതിന് ശാസ്ത്രികളുടെ ആവശ്യം എന്താ? അങ്കിളിന് അത് പറഞ്ഞാ പോരെ. ഞാൻ നിഷേധിക്കില്ലല്ലോ. ലച്ചുവിനും അതിന് കഴിയില്ല. എനിക്ക് പ്രഷർ സഹിക്കാൻ വയ്യ. ഓഹോ, ഗൂഢാലോചനകൾ കാര്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇനി കൂടുതൽ ചിന്തകളൊന്നും വേണ്ട. എല്ലാരെയും വിളിച്ചുകൂട്ടി ഞാൻ സംസാരിക്കാൻ പോവാ. അരുത് പ്രഭേട്ട, ഈ കുടുംബം തകർത്ത് കളയില്ലേ പ്രഭേട്ട. പിന്നെ ഇവിടെ ജീവനോട് ആരും ഉണ്ടാവില്ല. ഞാൻ പ്രഭേട്ട കാല് പിടിക്കാം. എഴുന്നേറ്റ് മാറി നിൽക്കടാ. നിനക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ലല്ലോ. പിന്നെ നീ എന്തിനാടാ എന്റെ കാല് പിടിക്കുന്നത്? പ്രഭേട്ട, എണീക്കടാ. ഈ കുടുംബത്തിലെ മൂത്ത മകന്റെ സ്ഥാനം പ്രഭേട്ടന്. ഞാനാണെങ്കിൽ പ്രഭേട്ടന്റെ അനിയനും. ഇവരൊക്കെ നമ്മളെ കുട്ടികളല്ലേ പ്രഭേട്ട. സഞ്ജു ഒരു തെറ്റ് ചെയ്താൽ അവനോട് ക്ഷമിച്ച് അതിനൊരു പരിഹാരം കാണാനല്ലേ പ്രഭേട്ടൻ ശ്രമിക്കേണ്ടത്. അതെ, അതിന് തന്നെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. ആർക്കും ഒരു ദോഷവും വരുത്താതെ ഇവൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരിഹാരം കണ്ടോളാം. നല്ലൊരു മുഹൂർത്തം നോക്കാൻ ഞാൻ ശാസ്ത്രികളെ വിളിച്ചിരുന്നു. അയാൾക്ക് ഒഴിവില്ല. ഇനി ഞാനായിട്ട് തന്നെ അത് ചെയ്യാം. എന്താ പ്രഭേട്ട ഉദ്ദേശിക്കുന്നത്? ഇവരുടെ വിവാഹം അല്ലാതെന്താ? ഈ കുടുംബത്തിൽ ആരും അറിയാതല്ലേ ഇവൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി അത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ നടക്കണം. ഞാൻ കണ്ട പരിഹാരം അതാണ്. അങ്കിൾ, മിണ്ടരുത്. ആരും എന്റെ തീരുമാനത്തിനെതിരെ ഒരക്ഷരം ശബ്ദിച്ചു പോരുത്. പ്രഭാചന്ദ്രൻ തീരുമാനിക്കും, അത് നടത്തുകയും ചെയ്യും. നീ അമ്മൂനെ നിന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. ഇവൾ അണിഞ്ഞിരിക്കുന്ന താലി അഴിച്ച് ഒന്നുകൂടെ ഇവിടെ കഴുത്തിൽ കെട്ടണം. ശ്രീദേവി നിലവിളക്ക് കൊടുത്ത് ഇവളെ മംഗലശ്ശേരിയുടെ മരുമകളായിട്ട് സ്വീകരിക്കണം. ഇനിയും വേണം ഈ ഒളിച്ചുകളി. എന്റെ മോളെ ഓർത്ത് ആരും ഇവിടെ കണ്ണീര് പൊഴിക്കണ്ട. ആർക്കും ഒരു തരത്തിലുള്ള കുറ്റബോധവും വേണ്ട. എന്റെ മോളുടെ 2 കാലുകളും നീക്കം ചെയ്യാൻ പോവാ. ഇനി അവൾക്ക് എന്ത് ജീവിതം ഉള്ളത്? വീണ്ടും എടുത്തോണ്ട് നടക്കാൻ കഴിയുന്ന കൈക്കുഞ്ഞായില്ലേ അവള്? ആദ്യം താലി കെട്ടിയ പെണ്ണ്, അത് കഴിഞ്ഞേ ഉള്ളൂ മുറപ്പെണ്ണും ബന്ധുക്കളും ഒക്കെ. നീ എന്തിന് കരയണം? ഈ താലി നിന്റെ കഴുത്തിൽ വെറുതെ വന്ന് കേറിയല്ലോ. ആണൊരുത്തം കെട്ടിത്തന്നയല്ലേ. ഞാൻ മോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. നിന്റെ അച്ഛൻ എന്തു പറ്റി മോളെ?
അമ്മയുടെ അടുത്തുള്ള വാക്കുകൾക്കൊക്കെ ഒരു മയം വന്നതുപോലെ. സോറി കാഞ്ചന, തന്നെ ഞാൻ ഇക്കാലം അത്രയും തെറ്റിദ്ധരിച്ചാ ജീവിച്ചത്. സത്യത്തില് നീ എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അങ്ങനെ രണ്ടുപേർക്കിടയിൽ മഞ്ഞിരുകട്ടെ. മോള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ആദ്യമായിട്ട് എനിക്ക് നിന്നെ തല്ലേണ്ടിയും വന്നു. ദൈവമേ, അങ്ങനെ സംഭവിച്ചോ? ഇപ്പോഴെന്താ പ്രഭയ്ക്ക് പുതിയൊരു തിരിച്ചറിവുണ്ടാവാൻ കാരണം? നീ പറയുന്നതിൽ ശരികളുണ്ടെന്ന് മനസ്സിലായിട്ട്. ആ, അത് നേരത്തെയും പറഞ്ഞു കേട്ടല്ലോ. അച്ഛൻ പറയുന്നത് സത്യോ? അമ്മയോടുള്ള എന്റെ പെരുമാറ്റവും ബോറായിരുന്നു. അമ്മ ഉച്ച ഉണ്ടാക്കുമ്പോഴും കണ്ണിൽ കണ്ട കാര്യങ്ങള് അതേപോലെ മുഖം നോക്കാതെ പറയുമ്പോഴും അതിലെന്തെങ്കിലും കാര്യമുണ്ടോന്ന് ഞാനും അന്വേഷിച്ചില്ല. എന്റെ അമ്മ സ്നേഹിക്കുന്നത് അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അച്ഛാ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവളാ ഞാനെന്നൊരു ചിന്ത എന്റെ ഭർത്താവിനും മകൾക്കും ഉണ്ടായില്ല. എനിക്കതിൽ വിഷമോ ഇല്ല. കാഞ്ചനയെ പ്രശ്നക്കാരിയായിട്ടാണല്ലോ ഇവിടെയുള്ള എല്ലാവരും കരുതുന്നത്. തെറ്റുകളുടെ നേരെ മാത്രമേ ഞാൻ എപ്പോഴും പ്രതികരിച്ചിട്ടുള്ളൂ. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. ജീവിതത്തിൽ ആരുടെ സിമ്പതിയും കാഞ്ചനയ്ക്ക് വേണ്ട. അതിനൊരിക്കലും ഞാൻ ശ്രമിച്ചിട്ടുമില്ല, ഇനി ഒട്ടും ശ്രമിക്കുകയില്ല. പ്രഭയുടെ വാക്കുകളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ അന്വേഷിക്കുന്നതുമില്ല. പക്ഷേ എനിക്കും പ്രിയപ്പെട്ടവരെ എന്നും എപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ എനിക്ക് കഴിയും. അതാരുടെ മുന്നിലും കാഞ്ചനയ്ക്ക് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അമ്മ പോവല്ലേ അമ്മ? നമുക്ക് നമ്മള് മാത്രം മതി. എന്റെ അമ്മയും അച്ഛനും ഇരുവശത്തുണ്ടെങ്കിൽ എനിക്കത് ജീവിത വിജയോ. ശ്രീകുട്ടി എങ്ങും തോറ്റു പോയിട്ടില്ലെന്ന ആത്മവിശ്വാസം ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.